ഇവിടെ ന്യൂസിലൻഡ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇന്ത്യയിൽ വൻതോതിൽ നിക്ഷേപം നടത്താൻ പോകുന്നു. ഇതിന്റെ പ്രധാന കാരണം ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് ആണ്. നമ്മൾ നിലവിൽ ഒരുപാട് രാജ്യങ്ങളുമായിട്ട് ഈ ഫ്രീ ട്രേഡ് എഗ്രിമെന്റിൽ ഒപ്പുവെച്ചു എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 98% ഉൽപ്പന്നങ്ങളും ടാക്സ് കൂടാതെ മറ്റ് രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോകാം. അങ്ങനെ അവിടെ വിൽപ്പന നടത്താം. ഇപ്പം ന്യൂസിലൻഡ്, അതുപോലെ തന്നെ ഐസ്ലൻഡ്, നോർവേ, സ്വിറ്റ്സർലൻഡ് തുടങ്ങിയ രാജ്യങ്ങളൊക്കെ ഇന്ത്യയിൽ പണം നിക്ഷേപിക്കുന്നത് അവരുടെ പ്രോഡക്ട്സ് ഇന്ത്യയിൽ നിർമ്മിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം മേക്ക് ഇൻ ഇന്ത്യ, അതുപോലെ ആത്മനിർഭർ ഭാരത് തുടങ്ങിയ പദ്ധതികളിലൂടെ ഇന്ത്യ എത്രത്തോളം വളർച്ച രേഖപ്പെടുത്തി എന്നുള്ളത് അവർക്കറിയാം. അങ്ങനെ നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങൾ ഇപ്പൊ ഇന്ത്യ, അതുപോലെ തന്നെ മിഡിൽ ഈസ്റ്റ്, യൂറോപ്പ് എക്കണോമിക് കോറിഡോർ നമ്മുടെ ഒരു വലിയ പ്രതീക്ഷയും സ്വപ്നമൊക്കെയാണ്. അത് യാഥാർത്ഥ്യമാകുമ്പോൾ സ്വാഭാവികമായും ഒമാൻ എന്ന് പറയുന്ന രാജ്യത്തിന് വലിയൊരു റോൾ വഹിക്കാൻ കഴിയും. ഇപ്പുറത്തേക്ക് മറിയിൽ എത്യോപ്യക്ക് പറ്റും. അപ്പം ഒമാനിലൂടെ മിഡിൽ ഈസ്റ്റിലേക്ക് നമുക്ക് ഈ സാധനങ്ങളെല്ലാം തന്നെ ടാക്സ് കുറച്ചിട്ട് കൊണ്ടുചെല്ലാൻ പറ്റും, അവിടെ വിൽപ്പന നടത്താൻ പറ്റും. അപ്പം മറ്റ് രാജ്യങ്ങളുടെ പ്രൊഡക്റ്റും ഇന്ത്യയിൽ നിർമ്മിച്ച് ചെല്ലുമ്പോൾ അതിൻ്റെ ബെനിഫിറ്റ് അവർക്ക് കിട്ടും. ഇനി അത് കഴിഞ്ഞ് എത്യോപ്യ വഴി ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക് എത്തും, പിന്നീട് അവിടെ നിന്ന് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് എത്തും. അങ്ങനെ കൃത്യമായിട്ട് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് വിപുലമായ ഒരു മാർക്കറ്റ് കണ്ടെത്താനായിട്ട് സാധിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.